ആഴത്തിൽ അങ്ങേ അറിയുവാൻ എന്നീശുവേ കൊതിയായിടുന്നേ. ഒരായിരം ദൂരം പോയിടാം ചേർന്ന് ഒരായിരം ദൂരം പോയിടാം ചേർന്ന് രാവിലും പകലിലും നിൻമുഖം മാത്രം തേടുന്നു. രാവിലും പകലിലും നീ മാത്രം എന്നേശുവേ. രാവിലും പകലിലും നിൻമുഖം മാത്രം തേടുന്നു. രാവിലും പകലിലും നീ മാത്രം എന്നേശുവേ. ചേർന്ന് അലിഞ്ഞേ വിളിച്ചായി ഒരായിരം ദൂരം പോയിടാം ചേർന്ന് എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാരും ചേർന്ന് എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും എന്റെ യേശു മാത്രം കർത്താവ്. സ്തുതിയും എല്ലാ സ്തോത്രം മനസ്സിലേക്കോ എല്ലാ സ്വീകരിപ്പാൻ യോഗ്യനായോരേ. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. Every knee shall bow, every tongue confess that Jesus Christ is Lord. He is Lord. He is the Lord. ഇന്ന് രാവിലെ എല്ലാവരും വീണ്ടും ആ യേശുവിനോട് പറഞ്ഞു, യേശുവേ, you are the Lord of my life. എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം അങ്ങേക്കാണ്. ഈ ആരാധനയിലൂടെ അതൊന്നും മുഴങ്ങട്ടെ. Let that lordship, that heart, declaring that Jesus is the Lord. He is the Lord of my past. He is the Lord of my present, and He is the Lord of my future. Do you know why? Because Jesus is the same yesterday, today, and forever. Confessing that Jesus is the Lord, it's like declaring Him that He is the Lord of your life. Amen. Amen. Declaring Jesus is Lord. Jesus is Lord. He becomes your Lord
Amen. Because Lordship, when we give it to Him, He's in control. Amen. He knows how to handle it very good, better than us. So we need not worry about anything once we give the Lordship to Him. Amen. When we give our Lordship to Him, we need not worry about anything. We shouldn't, because we have given the Lordship. Now let us not take back that Lordship which we have already given to Him. And let Him take control. He's here to help us and guide us. Amen. പറഞ്ഞ് ശ്രദ്ധിച്ചായിരുന്നോ? ആ യേശുവിന് കർത്തൃത്വം കൊടുത്തു കഴിഞ്ഞ് വീണ്ടും അല്ലെ, എല്ലാരും നമ്മളെല്ലാരും മനുഷ്യരല്ലേ, ചില കാര്യങ്ങൾ ചില സമയത്ത് വരുമ്പോ ഇല്ല ഞാൻ ഇങ്ങനെ ഇതാ എന്റെ നല്ല തീരുമാനം എന്ന് പറഞ്ഞിറങ്ങി നമ്മൾ മുന്നോട്ട് പോകാറുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിനോട് ഈൽഡ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിൽ he asks you, he still. പരിശുദ്ധാത്മാവ് പറയുന്നു എന്തോ തീരുമാനമൊക്കെ ഭയങ്കര വലിയ സംഭവം തീരുമാനമൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോ അടുത്തൊരു സ്റ്റെപ്പ് മുന്നോട്ടൊക്കെ പോകാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സഹോദരിയാണ് കർത്താവ് കാണിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്നെ അത് കാണിക്കുന്നുണ്ട്. And you are saying no more എന്നൊക്കെ. Do you know Jesus loves you? Do you know Jesus loves you? You have said He is your Lord. നിങ്ങൾ ഡിക്ലെയർ ചെയ്തതാ സൗരി യേശുവാണ് കർത്താവ് എന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഭാവിയുടെ എല്ലാ കാര്യങ്ങളും. You might have made a mistake in your past. You might have not done it without Jesus. But once you declare the Lordship over your life, He will make every path straight. He will make that mistake in your life. That is the wondrous hands of Jesus. You give your mistakes to Jesus, He will make it amends. The ultimate fixer. Yeah. He fixes things for you. ഒന്ന് പറഞ്ഞേ, He is my Lord. He is my Lord. Now declare it. He is Lord. He is Lord. He has risen from the dead and He is Lord. എല്ലാ ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. വാഴും ഞാൻ യേശുവിൽ, വാഴും ഞാൻ യേശുവിൽ, വാഴും ഞാൻ. Shall reign because Jesus is my Lord. Oh, we shall reign. 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 തളരില്ല ചിറകുകളും എന്റെ കൂടെ പറക്കുവാൻ യേശുവുണ്ട്. തളരില്ല ചിറകുകൾ
എന്റെ കൂടെ പറക്കുവാൻ എന്നെ കൂടെ പറക്കുവാൻ എന്നെ യേശുവുണ്ട്. എന്റെ കൂടെ പറക്കുവാൻ എന്നെ. എത്ര പേർ പറയും എന്റെ യേശുവേ, എന്റെ കൂടെ പറക്കുവാൻ എന്റെ യേശുവുണ്ട്. എന്റെ കൂടെ പറക്കുവാൻ എന്റെ യേശുവുണ്ട്. യേശു പകരുന്നല്ലോ പുതുശക്തി എന്റെ വിശ്വാസ ചിറകുകളിൽ. യേശു പകരുന്നല്ലോ പുതുശക്തി എന്റെ വിശ്വാസ ചിറകുകളിൽ. ഒന്നിനോടൊന്നു വീണ്ടും ചേർന്നിടട്ടെ. വാഗ്ദത്തവചനമൂപ്പലുകൾ ഒന്നിനോടൊന്നു വീണ്ടും ചേർന്നിടട്ടെ. എന്റെ കൂടെ പറക്കുവാൻ എന്റെ യേശുവുണ്ട്. എന്റെ കൂടെ പറക്കുവാനോ എന്റെ കൂടെ പറക്കുവാൻ എന്റെ യേശുവുണ്ട്. എന്റെ കൂടെ പറക്കുവാൻ ഇരുകാരം നീട്ടി എന്നെ സ്വീകരിപ്പാൻ നാഥൻ മാറുകരയിൽ വരുമേ. ഇരുകാരം നീട്ടി എന്നെ സ്വീകരിപ്പാൻ നാഥൻ മാറുകരയിൽ വരുമേ. അവിടെ ഞാൻ ചെന്നങ്ങ് ചേരുവോളം പറന്നിടും ആത്മാവിൻ പുതുബലത്താൽ. അവിടെ ഞാൻ ചെന്നങ്ങ് ചേരുവോളം ഓ ആമേൻ വർണ്ണ്യമല്ല ഓ നിന്റെ ആഹോ എന്റെ യേശുവേ ചൊല്ലുവാനായി ചിന്യമല്ല ഓ നിന്റെ ആഹോ എന്റെ യേശുവേ ചൊല്ലിടുവാ. വർണ്ണ്യമല്ല വർണ്ണ്യമല്ല ഓ നിന്റെ ആഹോ എന്റെ യേശുവേ ചൊല്ലിടുവാനായി ചിന്യമല്ല ഓ നിന്റെ ആഹോ. It's burning everywhere. It's burning everywhere. എന്റെ കൂടെ പറക്കുവാൻ എന്റെ യേശുവുണ്ട്. Fear not, arise and shine. ഭയപ്പെടേണ്ട, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഇന്ന് ലോകമെമ്പാടും ഇന്ന് പകൽ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്ന് കർത്താവ് ഉണ്ടാക്കിയ ദിവസം. ഇന്ന് കർത്താവ് ഇന്ന് വൻ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. ഇന്ന് ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്ന ആ നല്ല കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതിനാൽ നാം ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട. റോമാലേഖനം പറയുന്ന ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ആ കർത്താവിനെ നമ്മൾ ഇന്നത്തെ മീറ്റിങ്ങിലൂടെ നമ്മൾ അത് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധമായി അനുഗ്രഹിക്കാൻ ആ കർത്താവ് റെഡി ആയിട്ട് നിൽക്കുക. സോ എല്ലാവരും ഉത്സാഹത്തോടെ ആയിരിക്കുക, സന്തോഷത്തോടെ ആയിരിക്കുക. ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ഇന്ന് ചെയ്യുവാൻ പോകുന്നു. ഇന്ന് നമ്മുടെ മീറ്റിംഗിൽ ഇന്ന് നമുക്ക് വേണ്ടി നല്ല സാക്ഷ്യവുമായി നമ്മുടെ മുമ്പിലുള്ളത് കട്ടപ്പന സഭയിൽ നിന്നും സന്തോഷ് ബ്രദർ ആൻഡ് ഫാമിലിയാണ്. നമ്മുടെ മുന്നിൽ നമുക്ക് നല്ല ദൈവവചനവുമായി നമുക്ക് വേണ്ടി അനുഗ്രഹപ്പെട്ട ശുശ്രൂഷൻ മണിമലയിൽ നിന്നും ഷിബു ബ്രദറാണ്. അതുപോലെ നമ്മുടെ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത് കട്ടപ്പന സഭയിൽ നിന്നും ബിൽസ സിസ്റ്റർ ആണ്. ഓവർ ടു ബിൽസ സിസ്റ്റർ. താങ്ക് യു അരുൺ ബ്രദറെ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം കർത്താവ് ഉണ്ടാക്കിയ ദിവസം നമുക്കായിട്ട് ഇന്ന് കർത്താവ് വലിയ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ന് പലവരും പല വിഷമത്തിലായിരിക്കും നിൽക്കുന്നത്, പല സങ്കടത്തിലായിരിക്കും നിൽക്കുന്നത്. ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട.
നമ്മളോട് കർത്താവ് വചനത്തിൽ പറയുന്നുണ്ട്, 365 തവണയും ബൈബിളിൽ പറയുന്ന കാര്യം, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നമ്മൾ കർത്താവിനറിയാം നമ്മൾ ഭയപ്പെടും. ഓരോ സമയം വരുമ്പോഴും ഓരോ ബുദ്ധിമുട്ട് വരുമ്പോഴും ഭയപ്പെടുമെന്നറിയാം. അതുകൊണ്ടാണ് 365 ദിവസം, അതെ, 365 പ്രാവശ്യം, അതായത് ഒരു വർഷത്തിൽ 365 ദിവസം, ആ ദിവസം മുഴുവൻ വായിക്കാനുള്ള വചനമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. നമ്മൾ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാൻ നമ്മുടെ കൂടെ സന്തോഷ് ബ്രദർ ഉണ്ട്, കട്ടപ്പനയിൽ നിന്നും. അവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളാണ് കർത്താവ് ചെയ്തേക്കുന്നത്. അത് നമുക്ക് ഒട്ടും ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല എങ്കിൽ പോലും കർത്താവിനെ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ കർത്താവിന് വേണ്ടിയിട്ട് അവർ ആക്റ്റീവായിട്ട് നിൽക്കുക. അവരുടെ ജീവിതത്തിൽ സൗഖ്യങ്ങളായാലും ഒക്കെ കർത്താവ് വലിയ അത്ഭുതങ്ങളാണ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ ദൈവവചനം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഷിബു ബ്രദറാണ്. അരുൺ ബ്രദർ ഓൾറെഡി പറഞ്ഞിരുന്നു. ഷിബു ബ്രദർ, കർത്താവ് എല്ലാവർക്കും വേണ്ടുന്ന ഇന്ന് നമ്മളെ ഓരോരുത്തരും കേൾക്കുന്ന എന്തിനാ, നമ്മളെ ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്ന എന്തിനാ, നമുക്ക് എന്തെങ്കിലും കിട്ടും, അതായത് എന്തെങ്കിലും ഭാരപ്പെട്ടിരിക്കുവാണെങ്കിൽ നമുക്ക് ആശ്വാസം തോന്നുന്ന എന്തെങ്കിലും വചനം കിട്ടും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടായിരിക്കും എല്ലാവരും ആകാംക്ഷയോടെ ഈ പ്രോഗ്രാം കാണുന്നത്. കർത്താവ് നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കാൻ പോവുക. ഇന്നത്തെ മീറ്റിംഗില് സന്തോഷ് ബ്രദർ നമ്മളോട് വേണ്ടി അവരുടെ ജീവിതത്തിലെ കർത്താവ് അവർക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങളെ സന്തോഷ് ബ്രദറെ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി അതൊന്ന് ഷെയർ ചെയ്യാമോ? ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറട്ടെ. എന്റെ പേര് സന്തോഷ് എന്നാണ്. ഞങ്ങള് ആയിരിക്കുന്നത് കട്ടപ്പനയിലാണ്. എന്റെ ഭാര്യ ജിസിമായ എന്നാണ്. എനിക്ക് രണ്ട് ആൺകുട്ടികളാണ്. ഗായോസ് ഫെലിക്സ് എന്നാണ് അവരുടെ പേര്. ഞങ്ങള് പാരമ്പര്യമായി ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു ഫാമിലിയിലല്ല ഞാൻ ജനിച്ചത്. എങ്കിലും എനിക്ക് ഏകദേശം ഒരു 10 വയസ്സുണ്ടായിരുന്ന കാലത്താണ് എന്റെ അമ്മയാണ് ആദ്യമേ വിശ്വാസത്തിലേക്ക് കിടന്നത്. എങ്കിലും ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുവാനോ ഇതുമായിട്ട് മുമ്പോട്ട് പോകുവാനൊന്നും തയ്യാറായ ഒരു വ്യക്തിയല്ലായിരുന്നു. ഞാൻ ചില സംഘടനകളുടെ ഭാഗമായിട്ട് വീട്ടിൽ നിന്ന് മാറുകയും ഈ സംഘടനയുടെ ഓഫീസുകളിൽ തന്നെ കിടക്കുകയും എന്റെ ജീവിതം ആ രീതിയിൽ തന്നെ കൊണ്ടിരിക്കുന്ന കാലത്താണ് ടോമി എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ എന്നോട് ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹമാണ് ആദ്യമേ എന്നോട് ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ചും അബ്രഹാമിന്റെ അനുഗ്രഹത്തെ കുറിച്ചൊക്കെ എന്നോട് ആദ്യമായി സംസാരിക്കുന്നത്. എനിക്ക് ആദ്യം അത് കൗതുകമായിട്ടാണ് തോന്നിയത്. പിന്നീട് എനിക്ക് കൂടുതൽ കേൾക്കുവാൻ താല്പര്യം ഉണ്ടായത് കൊണ്ട് ഞാൻ യാത്രയ്ക്കൊന്നും പകലൊന്നും ഇല്ലാതെ ഓടിച്ചില്ല. ആ സഹോദരന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് എനിക്ക് ദൈവത്തിന്റെ വചനം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായി. ഞാൻ അങ്ങനത്തെ ഒരു ദൈവത്തിന്റെ ഈ കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് ആദ്യമായിട്ട് അങ്ങനെ കേൾക്കുന്നത്. ഈ അബ്രഹാമിന്റെ അനുഗ്രഹത്തെ കുറിച്ച് ലോക ജനങ്ങൾക്ക് ഇങ്ങനൊരു അനുഗ്രഹം ഉണ്ടെന്ന് തന്നെ ഞാൻ ആദ്യമായി ആ ദൈവദാസനിൽ നിന്ന് കേട്ടു. ഇതെനിക്ക് പ്രാപിക്കണം എന്നുള്ള ചിന്ത എന്റെ ഉള്ളിൽ ഭയങ്കരമായി. ഞാൻ ഇങ്ങനെയുള്ള മറ്റു പകുതികളിലൊക്കെ ആയിരുന്നു മറ്റുള്ളവർക്ക് നന്മ ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ദേശത്തിലെ പല അനർത്ഥങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണമായി തീർന്നല്ലാതെ ഒരു നന്മയും എന്റെ ജീവിതത്തിലോ എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ കൂട്ടാളികൾക്കോ ഉണ്ടായതായി എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ ക്രിസ്തുവിൽ വന്നതിന് ശേഷം എന്റെ ജീവിതത്തില് എന്റെ ലൈഫിൽ പാടേ മാറ്റം ക്രിസ്തു എനിക്ക് അങ്ങനെ മാറ്റം നൽകി. ആ വലിയൊരു സത്യമാണ് ഞങ്ങളെ ഇന്ന് ഈ നിലയിൽ ഇവിടെ ആക്കി ഇരുത്തിയിരിക്കുന്നത്. കർത്താവിനോടുള്ള സ്നേഹമാണ് ഞങ്ങളെ ഇപ്പോൾ ഇവിടെ ആക്കിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഇങ്ങനെ ആയിരുന്നുവെങ്കിലും ദൈവദാസന്റെ സ്നേഹത്താണ് ദൈവദാസനെ ചെയ്തിട്ടെങ്കിലും സ്നാനപ്പെടുവാൻ ഉണ്ടാക്കിയില്ല. എങ്കിലും എന്റെ കല്യാണം കഴിക്കുന്ന ആള്, ഞാൻ വിവാഹം കഴിക്കുന്ന ആള് ക്രിസ്തുവിൽ തികഞ്ഞ ഒരാളായിരിക്കണം, ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരാളായിരിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം. വിശ്വാസത്തിലേക്ക് വരുന്ന ഒരാളായിരിക്കും. ഞങ്ങളെന്നാ ഞാൻ അവിടെ കാണുമ്പോൾ ജിസിയെ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ഞാൻ ആളോട് ചോദിച്ചിട്ടുള്ളൂ ക്രിസ്തുവിന്റെ കൂട്ടാളിയായിട്ട് ജീവിക്കാൻ താല്പര്യമുണ്ടെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. കാരണം എനിക്ക് ആ ഒരു സ്നേഹം, ക്രിസ്തുവിന്റെ ആ സ്നേഹത്തെ ഞങ്ങൾ അന്ന് അനുഭവിച്ചറിയാം. അതായത് ജിസി ആണെങ്കിലും പാരമ്പര്യമായി ഇങ്ങനെ ഫാമിലിയിൽ അല്ലായിരുന്നു. ജിസിയുടെ ഉള്ളിലും ഇതേ മനോഭാവമായിരുന്നു. കർത്താവ് ഞങ്ങളെ മുന്നമേ കണ്ടതുപോലെ തന്നെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം കർത്താവ് ഞങ്ങളെ കൂട്ടിച്ചേർന്നു. അതിനുശേഷം ഞങ്ങൾക്കുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ
ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. സ്തോത്രം. ഞാൻ 2017 കല്യാണത്തിന് ശേഷം 2017 ഹെവൻലി ഫീസ്റ്റിലേക്ക് കടന്നു വരുന്നത്. ഹെവൻലി ഫീസ്റ്റ് വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സ്നാനപ്പെടുന്നത്. ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾക്ക് സ്നാനപ്പെടുവാനായിട്ടുള്ള അവസരം എനിക്ക് എന്റെ ഭാര്യയും ഞങ്ങൾ ഒന്നിച്ച് സ്നാനപ്പെട്ടു. അങ്ങനെ കർത്താവ് ഞങ്ങൾ ഒന്നിച്ച് സ്നാനപ്പെടാനുള്ള ഒരു അവസരം ഞങ്ങൾ കർത്താവ് ഒരുക്കി നൽകി. 2017 ഞങ്ങൾ ഹെവൻലി ഫീസ്റ്റിലേക്ക് വന്നതിന് ശേഷം ഞാൻ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്നത് അങ്ങനെയാണ്. ആദ്യമേ ഞാൻ ഈ ചർച്ച് ഹോളിൽ കടന്നു വരുമ്പോൾ കോട്ടയത്ത് ഉണ്ടായിരുന്ന വിനോദ നമ്മള് സ്തോത്രാസി ഇടുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മുടെ കയ്യിലുണ്ടായത് ധൈര്യമായി നിങ്ങൾ ഇടുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്രിസ്തുവിനെ പരീക്ഷിക്കുക എന്നുള്ള രീതിയിൽ എന്റെ കയ്യിലുണ്ടായിരുന്ന പൈസ, അതായത് ഞങ്ങള് ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയാണ് എന്റെ വീട്. ഞങ്ങളങ്ങോട്ട് പോകുവാനായിട്ടുള്ള വണ്ടി കാശ്, അല്ലെങ്കിൽ എന്റെ കുട്ടികൾക്ക് വേണ്ടതായ ചെറിയ നട്ട്സ് ഒക്കെ മേടിക്കുന്ന ചെറിയ പൈസ, ഇങ്ങനെയുള്ള ചെറിയ പൈസകൾ മാത്രമേ ഞങ്ങളുടെ കയ്യിൽ ബാലൻസ് ആയിട്ട് വെച്ചിട്ട് വെക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ പൈസ ഒട്ടും 1 രൂപ പോലും എന്റെ പേഴ്സിൽ വെക്കാതെ കംപ്ലീറ്റ് പൈസ എടുത്ത് ഞാൻ പൈസ ചർച്ചിലേക്ക് ഇടുവാനായിട്ട് തയ്യാറായി. എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രേരണ. ഞാൻ അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ചർച്ചിൽ നിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി റോഡിലേക്ക് വരുമ്പോൾ ഞങ്ങൾ സാധാരണ ഓട്ടോറിക്ഷ വിളിച്ച് പോകുമ്പോൾ തന്നെ എന്റെ വൈഫിനോട് ചോദിച്ചു, ഓട്ടോറിക്ഷ വിളിക്കുന്നില്ല ചോദിച്ചു. അപ്പൊ ഞാൻ അവരോട് ഒന്നും മിണ്ടിയില്ല. ഞങ്ങള് കുട്ടികളുടെ കൈ പിടിച്ച് റോഡ് ക്രോസ് ചെയ്ത് വന്നത്തേക്ക് ക്രോസ് ചെയ്ത് ഞാൻ വരുമ്പോൾ ഞങ്ങൾ അന്ന് താമസിക്കുന്ന തൊട്ടടുത്ത് ഒരു പയ്യൻ അവിടെ ഓട്ടോറിക്ഷമായിട്ട് കാത്തിരിക്കുന്ന പോലെ വന്ന് നിൽക്കുകയായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, ചേട്ടായി എവിടെ പോ, വീട്ടിലേക്കാണോ എന്ന് ചോദിച്ച് ഞങ്ങളെ ആ ഓട്ടോറിക്ഷയിലേക്ക് കയറ്റി കൊണ്ടുപോവുകയും ഞങ്ങളുടെ സാധാരണ സിറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് കയറ്റം കയറിയായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങളുടെ വീടിന്റെ വാതിലെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് ഞങ്ങൾക്ക് എനിക്കും എന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടതായ ഒരു പലകാലം പൊതിയെടുത്ത് ഞങ്ങളുടെ കയ്യിൽ തന്നു. ഞാൻ സത്യത്തിൽ അന്ന് ഞാൻ അനുഭവിച്ചറിയും, ക്രിസ്തുവിന് വേണ്ടി നമ്മൾ നിന്നാല്, ക്രിസ്തുവിന് വേണ്ടി നമ്മൾ കൊടുത്താല്, ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ സമയം കൊടുത്താല് ക്രിസ്തു തരുന്ന നന്മയെ ഞാൻ വളരെ സിമ്പിളായി ഞാൻ അനുഭവിച്ചറിഞ്ഞു. അതെന്റെ ജീവിതത്തിൽ ഭയങ്കര ഒട്ടൊരു അനുഭവം. അതായിരുന്നു ആദ്യത്തെ ഒരു അനുഭവം. ക്രിസ്തുവിനോട് ഞാൻ ഈ ക്രിസ്തുവിനെ അറിഞ്ഞു, വചനം കേട്ടു, ഇത് കേൾക്കാൻ പഠിക്കാൻ ഇഷ്ടപ്പെട്ടു, ഇതൊക്കെ ചെയ്തെങ്കിലും എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റിയത് ആദ്യത്തെ രൂപം അതായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പ്രയസിലൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അന്ന് നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ എനിക്ക് സൂര്യാഘാതം പറ്റിട്ട് കയ്യിൽ സൂര്യാഘാതം പറ്റിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയെങ്കിലും തടിച്ച് വെള്ളമൊക്കെ എടുക്കുന്ന ഒരു അവസ്ഥ എന്റെ ഈ വലത്തെ കയ്യിലുണ്ട്. അപ്പം അന്ന് സ്കിന്നിന് അലർജി ഉള്ള ആളുകളുണ്ട്. നമുക്ക് പ്രാർത്ഥിച്ചു. അപ്പൊ അത് എനിക്ക് എന്റെ കയ്യിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അത് പിറ്റേ ദിവസം അതിന്റെ പാട് പോലും ഇല്ലാതെ, അതായത് അങ്ങനെ ചൂടിന്റെ വെള്ളമെടുത്തി എന്റെ കയ്യിൽ ഒന്നാത്ത രീതിയിൽ ഒരു പാട് പോലും ഇല്ലാതെ എന്റെ കയ്യിൽ നിന്ന് മാറുന്ന അനുഭവം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ എന്റെ രോഗസൗഖ്യത്തെ ഞാൻ അങ്ങനെ കണ്ടനുഭവിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ ഹൗസ് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ ഞങ്ങൾക്ക് ബീഫ് കൂട്ടാൻ പറ്റത്തില്ല. ഇറച്ചി കൂട്ടുമ്പോൾ പെട്ടെന്ന് അലർജി ഉണ്ടാകും ശീലം ആയിരുന്നു ഞങ്ങളുടെ ശരീരത്തിൽ. എനിക്കും ഉണ്ടായ എന്റെ സഹോദരിക്കും ഉണ്ടായി. അപ്പൊ അന്ന് ആ ഹൗസ് മീറ്റിങ്ങിന്റെ സമയത്ത് ഭക്ഷണം എടുത്തു വെച്ചപ്പോഴത്തേക്ക് എന്നോട് പ്രാർത്ഥിക്കാൻ പോയി. ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഞാൻ ഈ ബീഫ് ചിക്കൻ എന്നുള്ള ഒരു ഇതിൽ പെട്ടെന്ന് എടുത്ത് വിളമ്പി കഴിഞ്ഞപ്പോഴായത് ബീഫാണ് ചെയ്തത്. അപ്പൊ എന്നോട് ചോദിച്ചു, ഇത് ആരാ പ്രാർത്ഥിച്ചത്? അപ്പൊ ഞാൻ നമ്മള് കർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച ഭക്ഷണം കഴിക്കുന്നതിന് എന്താ കുഴപ്പം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഒരു മടിയും കൂടാതെ ഇരുന്ന് കഴിച്ചു. അതായത് ചെറുപ്പത്തിൽ ബീഫ് കഴിച്ചതിന് ശേഷം ഞാൻ ഈ പ്രായത്തിൽ ബീഫ് കഴിക്കുന്നത്. എനിക്ക് യാതൊരു അലർജിയോ വയറ്റിൽ വേദനയോ ഒന്നും ഉണ്ടാകുന്ന അനുഭവമില്ല. അതിനുശേഷം ഇതുവരെ ഞങ്ങൾ ബീഫ് കഴിക്കുന്ന ഒരു ശീലം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ കർത്താവ് ഞങ്ങളെ അധികമായി സാമ്പത്തികമായിട്ടാണെങ്കിലും എന്റെ ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ദൈവം തന്നു. ഞാൻ പണ്ടായിരുന്ന അനുഭവത്തിൽ പണ്ട് ഏത് സ്ഥിതിയിലായി എന്തുമാത്രം അലമ്പനായി ആ ദേശത്ത് ഇന്ന് തന്നെ എനിക്ക് പല വീടുകളിൽ ഞങ്ങൾ കുടുംബമായിട്ട് കിടന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. പണ്ട്
വളരെ അലമ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നെ സംബന്ധിച്ച്. ഞങ്ങൾക്ക് അതൊക്കെ ഒരു കൂട്ടും, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടേതായ ആ നാട്ടിൽ പേടിപ്പിക്കുന്ന രീതിയിൽ ഒരു ഗ്യാങ് ആയിരുന്നു ഞങ്ങളുടെ ഗ്യാങ്. ആ ഗ്യാങ്ങില് ഇന്ന് വളരെ അന്നും സന്തോഷം എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന മനുഷ്യരായിരുന്നു. പക്ഷെ ഇന്ന് ക്രിസ്തുവിൽ അറിയപ്പെടുവാനായിട്ട് കർത്താവിനെ ഇടയാണ്. അതാണ് എന്റെ ജീവിതത്തിൽ മാറ്റിയ കർത്താവ് എന്റെ ജീവിതത്തിൽ വന്നു എനിക്കുണ്ടായ മാറ്റം. എന്റെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് സന്തോഷ് ബ്രദർ പറഞ്ഞപ്പോൾ ഇതിന്റെ അകത്ത് സന്തോഷ് ബ്രദറിന്റെ ജീവിതത്തില് മാറ്റങ്ങളെ പറ്റി പറഞ്ഞു. നമ്മുടെ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ കർത്താവ് അതിന്റെ നമ്മൾ പറയുന്നത് ശൗലിനെ പൗലോസ് ആക്കിയ ദൈവം. ആ ഒരു ചേഞ്ച് ആണ് സന്തോഷ് ബ്രദറിന്റെ ജീവിതത്തിലും ഇന്ന് നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. അവിടെ കർത്താവ് വളരെ വലിയ മാറ്റങ്ങളാണ് സന്തോഷ് ബ്രദറിന്റെ ജീവിതത്തിൽ ഇന്ന് കർത്താവ് ചെയ്തേക്കുന്നത്. അത് അവർക്ക് തന്നെ അനുഭവിച്ചറിയാം. ദൈവത്തിന് വേണ്ടിയിട്ട് നിന്ന അവിടെ കർത്താവ് പ്രതിഫലം കൊടുക്കും. ഒരിക്കലും നമ്മളെ മാറ്റിക്കളയത്തില്ല. ഇതേപോലെ തന്നെ ഇളയ മകന് ഫെലിക്സിന്റെ ജീവിതത്തിലും ഒരു വലിയൊരു സാക്ഷ്യം കർത്താവ് ചെയ്തിട്ടുണ്ട്. ജിസിമായ ആന്റി അതിനെ പറ്റി ഒന്ന് പറയാമോ? ഞങ്ങളുടെ രണ്ടാമത്തെ മകൻ ഫെലിക്സ് 2021 സെപ്റ്റംബർ 1-ാം തീയതി കുഞ്ഞിന് ശരീരം നീര് വെക്കുന്ന ഒരവസ്ഥ വന്നു. അന്നേരം കുഞ്ഞ് ഞങ്ങളോട് പറയുന്നത് കളിച്ചപ്പോൾ നെറ്റി വീഴും എന്നാണ് പറഞ്ഞത്. ചികിത്സാൻ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന്റെ ഒരു കുഴപ്പമില്ലല്ലോ. പക്ഷെ കുഞ്ഞിന്റെ ശരീരം എല്ലാം നീര് വെക്കും. ആദ്യമേ തലയും മുഖമെല്ലാം നീര് വെക്കും. അത് കഴിഞ്ഞ് നീര് വെക്കാൻ പറ്റും. അന്നേരം ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ശരിയായിട്ട് കുഞ്ഞല്ലേ നീരങ്ങ്. അത് കഴിഞ്ഞ് ഞങ്ങള് പിറ്റേന്ന് നോക്കിയപ്പോൾ നീര് പോകും. അത് കഴിഞ്ഞ് നീര് വരും, പിന്നെ കുറയും. പിന്നെ ഞങ്ങൾ അങ്ങനെ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞിന്റെ യൂറിനിലെ ഈ പ്രോട്ടീൻ ശരീരം നീര് വെക്കും. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു സുരക്ഷയെ ഡോക്ടറെ കുഞ്ഞിനെ കാണിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ശരീരത്തിൽ ഒരു അസുഖമാണ്. അത് ഹലോ ആന്റി, ഹലോ. സൗണ്ട് കുറച്ചുകൂടെ കൂട്ടി പറയാം, നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. എല്ലാരും സാക്ഷ്യം കേൾക്കാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. കുഞ്ഞിന് 6 വയസ്സുള്ളപ്പോഴാണ് ഈ അസുഖം വരുന്നത്. അന്നേരം ഡോക്ടർ പറഞ്ഞത് കുഞ്ഞിന് 13 വയസ്സ് കഴിയുമ്പോൾ ഈ സൗണ്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇത് മാറുകയുള്ളൂ, അതുവരെ മരുന്ന് കഴിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 13.5 വയസ്സാകുമ്പോൾ അസുഖം മാറിയില്ലെങ്കിൽ 18 വയസ്സ് വരെ 18 വയസ്സ് കഴിഞ്ഞാൽ ഈ മരുന്ന് കഴിച്ചിട്ട് ഇത് മാറിയെങ്കിൽ ഒരിക്കലും മാറുകയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ ഒരു നേരം പോലും മരുന്ന് മുടങ്ങാനും പറ്റില്ല. അങ്ങനെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് കുഞ്ഞിനെ ഇങ്ങനെ നീര് വെച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ചർച്ചില് ജെയ്സൺ ബ്രദറാണ് ഇരുന്നത്. എന്നാൽ ജെയ്സൺ ബ്രദർ എന്നെ വിളിച്ചു, സിസ്റ്ററെ എന്തെടുക്കുന്നു, എന്തുണ്ട്, സുഖമായിട്ടിരിക്കുന്നു? ഞാൻ പറഞ്ഞു ബ്രദറെ കുഞ്ഞിനിങ്ങനെ സുഖമില്ലായിരിക്കുകയാണ്, ശരീരം എല്ലാം നീര് വെച്ചിരിക്കുകയാണ്. ഡോക്ടർ എന്തോ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടർ എന്നെ പോലെ കാര്യം പറഞ്ഞു, ഇങ്ങനെ യൂറിനിലൂടെ പ്രോട്ടീൻ പോകുന്ന സംഭവമാണ്, അത് മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരും, 18 വയസ്സ് വരെ മരുന്ന് കഴിക്കുമ്പോൾ പറഞ്ഞു. അന്നേരം ബ്രദർ പറഞ്ഞു, അന്നേരം ആന്റി എന്നെ ബലപ്പെടുത്തി, ഒരു വചനങ്ങൾ പറഞ്ഞു ആന്റി എന്നെ ബലപ്പെടുത്തി, ഒന്നുകൊണ്ട് ആന്റി എന്നോട് പറയുമായിരുന്നു. അങ്ങനെ ബ്രദർ എന്നോട് പറഞ്ഞു സിസ്റ്റർ കുഞ്ഞിന്റെ തലയിലോട്ട് കൈ വീശി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. അങ്ങനെ ബ്രദർ പ്രാർത്ഥിച്ചു. അന്നേരം കുഞ്ഞ് നല്ല നീര് വെച്ച് ഇരിക്കുന്ന സമയമാണ്. അന്നേരം ബ്രദർ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം കുഞ്ഞിന്റെ ശരീരത്തെ നീരെല്ലാം പോയി. അന്ന് ഞങ്ങൾ ആശുപത്രി കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞിന് അന്ന് 25 കിലോ ഭാരം ഉണ്ടായിരുന്നു. ചെന്ന് ഞങ്ങൾ നോക്കുമ്പോൾ 20 കിലോ ഭാരമേ ഉള്ളൂ. 5 കിലോ നീര് കുറഞ്ഞല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ട്രീറ്റ്മെന്റ് പിന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ ചർച്ചില് തോമസ് കുട്ടി ബ്രദർ വന്നു. ബ്രദർ വന്ന്
പ്രാർത്ഥിച്ചു. വന്ന സമയം കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. അന്നേരം കുഞ്ഞിനെ മടിയിൽ വെച്ച് മടിയിൽ വെച്ച് കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. കുഞ്ഞ് പെട്ടെന്ന് കരയാൻ കരഞ്ഞു കഴിഞ്ഞപ്പോൾ ബ്രദർ ചോദിച്ചു, മോൻ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചു. അന്നേരം ബ്രദറിന്റെ മടിയിൽ തന്നെ കുഞ്ഞിരിക്കുക. അന്നേരം ഇവൻ എപ്പോഴും ഇങ്ങനെ ഒരു പയ്യാഴ്ച അമ്മ വിഷമിക്കണ്ട, ഞാൻ ലോകരാജ്യങ്ങൾ ശുശ്രൂഷിക്കാൻ പോകാനുള്ള എന്റെ ശരീരത്തിൽ ഒരു രോഗവും വരത്തില്ല. എപ്പോൾ പിന്നെ നീര് വെച്ച് കഴിയുമ്പോ തലയെല്ലാം നല്ലതായിട്ട് നീര് വെക്കുമായിരുന്നു. അന്നേരം എല്ലാം പറയാം, അമ്മ വിഷമിക്കണ്ട, എന്റെ ശരീരത്തിൽ രോഗം വരുമല്ല, ഞാൻ ലോകരാജ്യങ്ങളിൽ ശുശ്രൂഷിക്കാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ബ്രദർ ഇങ്ങനെ വിളിച്ചു പ്രാർത്ഥിച്ച് അങ്ങനെ നീരെല്ലാം മാറി. അത് കഴിഞ്ഞ് തോമസ് കുട്ടി ബ്രദർ വന്ന് ഇങ്ങനെ കുഞ്ഞിനെ എടുത്ത് മടി വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞ് പെട്ടെന്ന് കരയാൻ തുടങ്ങി. അന്നേരം ബ്രദർ ചോദിച്ചു, മോൻ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. എന്റെ മുഖത്ത് വെട്ടം വന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ പുക പൊട്ടി ചുരുണ്ട് കണ്ടപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് അന്നേരം ബ്രദർ കുഞ്ഞിന്റെ തല കവിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ബ്രദർ പറഞ്ഞു, കുഞ്ഞിന് പ്രോട്ടീൻ അടങ്ങിയ ഒരു ആഹാരവും കഴിക്കാൻ പറ്റില്ല. അന്നേരം ബ്രദർ പറഞ്ഞു, കുഞ്ഞിന് ഇഷ്ടമുള്ള ആഹാരം വാങ്ങിച്ചു കൊടുത്തിട്ട് നിങ്ങൾ കൊണ്ട് ചെക്കപ്പ് ചെയ്തോ. കുഞ്ഞിനെ കൊണ്ട് പിറ്റേ ദിവസം ഞങ്ങള് ഇഷ്ടമുള്ള ആഹാരം അവൻ എന്ത് ചോദിച്ചാൽ അതിലെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഗായത്രീ ഹോസ്പിറ്റലിൽ ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഭയങ്കര അത്ഭുതമായി, കുഞ്ഞിന്റെ ശരീരത്തിൽ ഒരു രോഗവും ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഇപ്പൊ 9 വയസ്സായി, പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഇപ്പം മരുന്നുകളൊന്നുമില്ല. ദൈവത്തിന്റെ കരുണയാല് അവൻ പൂർണ്ണ ആരോഗ്യത്തോടെ ഇപ്പോൾ ഇരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് വലിയ അത്ഭുതം ചെയ്തേ. കുഞ്ഞായിരിക്കുമ്പോ തന്നെ അവന്റെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ അതിന്റെ അകത്തേക്ക് പ്രോട്ടീൻ പോവുക. അപ്പൊ അവന് പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു ഫുഡും കഴിക്കാതിരിക്കാൻ പറ്റുക. അത് ചെറുതായിരിക്കുമ്പോ കുഞ്ഞു കൊച്ചല്ലേ, അപ്പം വീട്ടുകാർക്കാർക്കും കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതെല്ലാം അവരുടെ ജീവിതത്തില് വളരെ വിഷമത്തിലൂടെ ഘട്ടങ്ങളിലൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക. കർത്താവ് അവിടെ വലിയൊരു അത്ഭുതമാണ് ചെയ്തേ. 18 വയസ്സ് അല്ലെ 15 വയസ്സ് വരെ മരുന്ന് കഴിക്കണം, അല്ലെ ലൈഫ് ലോങ് മരുന്ന് കഴിക്കണം. 18 വയസ്സായിട്ട് മാറിയില്ലേ ലൈഫ് ലോങ് മരുന്ന് കഴിക്കേണ്ട കുട്ടിയെ നമ്മുടെ മുന്നിലിരിക്കുന്നത്. അവനിപ്പൊ ആരോഗ്യവാന, അവനൊരു അസുഖവും ഇല്ല. കർത്താവിനെ തൊട്ടിരിക്കുക. അവര് പറഞ്ഞതിൻ്റെ അകത്തുണ്ട്, കൃപയാലല്ലോ നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്, അതിനും നമ്മൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ദാനമാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവ് നമുക്ക് വലിയ അത്ഭുതങ്ങളാണ് നമുക്ക് ചെയ്യുന്നത്. നമ്മളെ തെരഞ്ഞെടുത്ത കർത്താവ്, നമ്മള് ദൈവത്തെ തെരഞ്ഞെടുക്കണം എന്ന് വെച്ച് ദൈവം നമ്മളെ അങ്ങനെ തെരഞ്ഞെടുത്തല്ല. എന്നെ തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞിട്ടല്ല. കർത്താവ് നമ്മളെന്തോ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ നമ്മളെ അവൻ കണ്ടായിരിക്കുന്നത്. കർത്താവ് നമ്മളെ വലിയ അത്ഭുതത്തിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇന്ന് കാണുന്നവരായാൽ പോലും, ഇന്ന് ഇവിടെ രോഗികളായിരിക്കുന്ന ഒത്തിരി പേരുണ്ടാവും, രോഗാവസ്ഥയിൽ കാണുന്നവരുണ്ടാവും. സന്തോഷ് ബ്രദറെ, അവർക്ക് വേണ്ടിയിട്ട് 2 വാക്ക് പ്രാർത്ഥിക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. പിതാവേ, ഞങ്ങൾ ഏക മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയ വിശ്വാസം കർത്താവേ ഞങ്ങൾ അവരിലേക്ക് പകരുന്നപ്പാ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ പ്രിയമക്കൾ, ഞങ്ങൾ ഏക മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ഈ കർത്താവിനെ സകല മനുഷ്യരും അറിയട്ടെ അപ്പ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ആശ്രയിക്കുന്നവരായി തീരട്ടെ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾ അറിഞ്ഞ ഞങ്ങളുടെ കർത്താവിനെ എല്ലാവരും അറിയുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ഈ കൂട്ടായ്മയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകലതും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചിരിക്കുക. നമ്മൾ വിശ്വസിച്ചാൽ മതി. വിശ്വസിച്ചാൽ അവന്റെ മഹത്വം നമ്മൾ കാണും. നമ്മൾ വിശ്വസിച്ചാൽ അവൻ അവിടെ അത്ഭുതം ചെയ്തിരിക്കും. അവൻ അത്ഭുതം ചെയ്തു എന്ന് നമ്മൾ ഓരോ ദിവസവും അത് പറഞ്ഞാൽ മാത്രം മതി. അവൻ അവിടെ അത്ഭുതം പ്രവർത്തിക്കും. നമ്മൾ പറഞ്ഞു വിടുന്ന ഓരോ വാക്കും പ്രവൃത്തി കൂടാണ്ട് മടങ്ങി വരത്തില്ലെന്നുണ്ട്. നമ്മൾ വിശ്വാസത്താൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം അത്ഭുതമായിട്ട് തിരിച്ചു വരട്ടെ. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നമ്മുടെ പ്രയർ നമ്പറായ 702599
555 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഓരോ സാക്ഷ്യങ്ങളും വിളിച്ചറിയിക്കാവുന്നതാണ്. അതേപോലെ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ 0481230555 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ നമുക്ക് വിളിച്ചു പറയാവുന്നതാണ്. ഇതേ തുടർന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമായിട്ട് മണിമലയിൽ നിന്ന് നമ്മുടെ ഷിബു ബ്രദർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നമ്മൾ നല്ല വിത്തിന് വേണ്ടിയിട്ട് ആകാംക്ഷിച്ചിരിക്കുന്ന പോലെ നമ്മൾ ആ വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നല്ല വിത്തായിട്ട്, നല്ല മണ്ണിൽ വിതയ്ക്കുന്ന വിത്ത് പോലെ ആവട്ടെ. ഇന്ന് നമ്മളോടുകൂടെ വചന ശുശ്രൂഷിക്കാൻ ശുഭ ബ്രദർ ഉണ്ട്. നമുക്ക് ശുഭ ബ്രദറിന്റെ വചനങ്ങളെ ശ്രവിക്കാം. താങ്ക് യു സിസ്റ്ററെ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും വരുന്ന നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എൻ്റെ ഇടയനും ആത്മീയ പിതാവുമായ കർത്താവിന്റെ തങ്കുബ്രദറിന്റെ പേരിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഇന്ന് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഞങ്ങളെ കാണുന്ന എല്ലാവരെയും അറിയിക്കട്ടെ. ഇന്ന് ലോകമെമ്പാടും ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ കേൾപ്പിച്ച സാക്ഷ്യം പ്രിയ ബിജു ബ്രദറിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുത സാക്ഷ്യം, തന്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ നൽകിയ അത്ഭുത വിടുതൽ. ഡോക്ടർമാര് മെഡിക്കൽ സയൻസ് പല സാധ്യതകളും പറഞ്ഞെങ്കിലും ഒരു കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഡോക്ടർമാരുടെ മെഡിക്കൽ സയൻസിന് അപ്പുറമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കർത്താവ്, ആ കർത്താവ് ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ സദ്വർത്തമാനം അറിയിക്കുവാനാണ് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ നിങ്ങളോട് കൂടെ ആയിരിക്കുന്നത്. അവൻ ഇന്നത്തെ ഈ അത്ഭുത സാക്ഷ്യത്തോടു കൂടി ചേർന്ന് ഞാനൊരു വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം 9-ാമത്തെ വേദഭാഗം ഇങ്ങനെ അവിടെ പറയുന്നു: ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. ഇത് കർത്താവായ യേശു ക്രിസ്തു തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോസ്തലന്മാരിലൂടെ പറയിക്കുന്നതല്ല, മറിച്ച് യേശു ക്രിസ്തു തന്നെ തന്റെ വാമൊഴിയാൽ പറയുകയാണ്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവനെല്ലാം രക്ഷപ്പെടും. രക്ഷപ്പെടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന്റെ അവസ്ഥ മാറും. യേശു എന്ന വാതിലിലൂടെ അകത്ത് കടക്കുന്നവന്റെ അവസ്ഥ മാറും, സാഹചര്യങ്ങൾ മാറും. ഒരു കാലത്ത് ഈ യേശു സത്യമാണോ യാഥാർത്ഥ്യമാണോ ഒന്നും അറിയാതെ തന്റെ ബുദ്ധിക്കനുസരിച്ച് താൻ വലിയ കാര്യങ്ങൾ ചെയ്തു നടന്ന ഒരു സഹോദരനാണ് ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞ പ്രിയ ബിജു ബ്രദർ. തനിക്ക് ലഭിച്ച ആ അറിവ് അല്ലെങ്കിൽ തന്റെ ജ്ഞാനം അതാണ് ഏറ്റവും വലുതെന്ന് കണ്ട് അതേ മുറുകെ പിടിച്ച് അതിനുവേണ്ടി എന്തും ചെയ്യുവാൻ ഒരു മടിയുമില്ലാതെ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നാൽ യേശു എന്ന വാതിലിലൂടെ താൻ അകത്ത് കടന്നപ്പോൾ തന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരിക്കലും ആർക്കും മാറ്റാൻ കഴിയാത്ത ആ വ്യക്തിയെ എന്റെ കർത്താവ് മാറ്റി. തന്റെ അവസ്ഥ മാറി, തന്റെ സാഹചര്യങ്ങൾ മാറി. തന്റെ കൂട്ടുകാരൊക്കെ ഇന്നും അതേ അവസ്ഥയിൽ പോകുമ്പോൾ അവരിൽ നിന്നും വ്യത്യസ്തനായി തന്റെ ജീവിതത്തെ എന്റെ കർത്താവ് പാടെ മാറ്റിമറിച്ചു. ഈ ഒരു സദ്വർത്തമാനമാണ് ഇന്ന് ഞങ്ങൾ ലോകത്തോട് മുഴുവൻ അറിയിക്കുന്നത്. യേശു എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ മാത്രം ദൈവമല്ല. യേശു എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഒരു മാത്രമായിട്ട് ഒതുങ്ങിക്കൂടുന്ന ഒരു ദൈവമല്ല, മറിച്ച് ലോകത്തിന്റെ രക്ഷകനാണ്, മാനവരാശിയുടെ രക്ഷകനാണ്. ആ യേശു പറയുകയാണ്, ഞാൻ വാതിലാകുന്നു. നമുക്കറിയാം, ലോകത്തിൽ അനേക പ്രഭുക്കന്മാർ വന്നിട്ടുണ്ട്, തത്വജ്ഞാനികൾ വന്നിട്ടുണ്ട്, അനേക സയന്റിസ്റ്റുകളും അനേക മഹാന്മാരും വന്നിട്ടുണ്ട്. അവരുടേതായ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ അവർ പറഞ്ഞിട്ടുണ്ട്, അവരുടേതായ ഒരുപാട് വഴികൾ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തു മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവനെല്ലാം രക്ഷപ്പെടും, അവന്റെ അവസ്ഥ മാറും. ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ, സാക്ഷി പറഞ്ഞ ബിജു ബ്രദർ ആയിക്കോട്ടെ,
ഇത് പോസ്റ്റ് ചെയ്യുന്ന പ്രിയ സിസ്റ്റർ വിൽസ സിസ്റ്റർ ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, എന്റെ ജീവിതത്തിലൊക്കെ എനിക്ക് ചെറുപ്പം മുതൽ യേശുവിനെ അറിയാവുന്ന, ഞാൻ അറിഞ്ഞു വളർന്ന, എന്നാൽ യേശുവിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാതെ എന്റേതായ വഴികളിലൂടെ ഞാൻ നടന്നു. അന്നെ മാതാപിതാക്കൾ എന്നെ ഉപദേശിച്ചു. അതൊന്നും അംഗീകരിക്കാതെ ഞാൻ എന്റെ വഴിയിലൂടെ നടന്നു. അതാണ് ഏറ്റവും നല്ലത്, ഞാൻ പോകുന്ന വഴിയാണ് നല്ലതെന്ന് കണ്ട് അതിലൂടെ ഞാൻ സഞ്ചരിച്ചു. എന്നാൽ എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട എന്റെ 25-ാമത്തെ വയസ്സിൽ എനിക്ക് നല്ല ജോലി ലഭിച്ചു. വിദേശ രാജ്യത്ത് മസ്കറ്റിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബിസിനസ് കർത്താവ് തന്നു. സാമ്പത്തികമായിട്ടെല്ലാം കർത്താവ് അനുഗ്രഹിച്ചു. അപ്പോൾ അതോടുകൂടി ലോകപ്രകാരമുള്ള ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എൻ്റെ ഉള്ളിൽ വർദ്ധിച്ചു വന്നിട്ട് ഞാൻ അതിന്റെ പുറകെ സഞ്ചരിക്കാൻ തുടങ്ങി. എന്നാൽ എൻ്റെ മാതാപിതാക്കൾ വളരെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരുന്നു. അവർ തലമുറകൾക്ക് വേണ്ടി വളരെ വേദനയോടെ പ്രാർത്ഥിക്കുന്നതാണ്. സഹോദരങ്ങളെ, സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സമൃദ്ധിയുടെ എല്ലാം നടുവിൽ നിൽക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആ വലിയ ഉയർച്ചയിൽ നിന്ന് ബീച്ച് സീറോയിലേക്ക് താഴേക്ക് വീണു പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. ആ അവസ്ഥയിൽ ഈ കർത്താവിന്റെ കൈകളിലേക്കാണ് വാസ്തവമായിട്ട് ഞാൻ വീണത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? എന്റെ ജീവിതം തകർന്നു പോയില്ല. അവിടുന്ന് ഞാൻ ഈ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി. അല്ലെങ്കിൽ ഈ കർത്താവ്, ഞാൻ വാതിലാകുന്നു പറയുന്ന യേശുവിന്റെ വാതിലൂടെ അകത്ത് കടന്നപ്പോൾ എന്റെ ജീവിതം അനുഗ്രഹമായി മാറി. ഇത് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ തകർന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത്, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടാണ് ഇരിക്കുന്നത്, നിങ്ങൾക്കൊരു സദ്വർത്തമാനം അറിയിക്കാനുണ്ട്. ഈ യേശുവിന്റെ അടുക്കൽ വന്നാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവിടെ മറുപടിയുണ്ട്. ശാരീരിക ബലഹീനതയോടെ ഞങ്ങളെ കേൾക്കുന്ന വ്യക്തികളാണോ? ഇന്ന് പകൽ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ ദിവസമാണ്. ഈ വോയിസ് നിങ്ങളുടെ മുമ്പിൽ കേൾക്കുന്നെങ്കിൽ, ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ കാണുന്നെങ്കിൽ, നിങ്ങൾ ഒന്ന് വിശ്വസിക്കാമോ? യേശുവിന് എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന്. ഈ നിമിഷം നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ്. അമ്മ, ഇന്നത്തെ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ പോവുകയാണ്. ഡോക്ടർമാർ വിധി എഴുതി കാണും. ഇപ്പോൾ നമ്മൾ വിജയവ്രതന്റെ ഇളയ കുഞ്ഞിന് തന്റെ യൂറിലൂടെ പ്രോട്ടീൻ നഷ്ടപ്പെട്ട് തന്റെ ശരീരമെല്ലാം നീര് വെച്ച് കാരിത്താസിലെ ഡോക്ടർമാര് അവര് വ്യാജം പറഞ്ഞതല്ല, അവർ നുണ പറഞ്ഞതല്ല. അവര് കുഞ്ഞിനെ വിശദമായിട്ട് പരിശോധിച്ചപ്പോൾ തന്റെ ശരീരത്തിൽ കണ്ടെത്തിയ രോഗവിവരങ്ങളാണ് അവരെ അറിയിച്ചത്. അത് വസ്തുതയാണ്, ദാറ്റ് ഈസ് ഫാക്ട്. എന്നാൽ ആ വസ്തുതയ്ക്ക് അപ്പുറമായി ജീവിക്കുന്ന യേശു എന്നൊരു റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റി, ആ സത്യം ലോകത്തോട് അറിയിക്കാനാണ് ഞങ്ങൾ ഇന്ന് ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ആ യേശുവിൽ അവരെ ആശ്രയിച്ചപ്പോൾ ഡോക്ടർമാർ പല ഓപ്ഷൻ വെച്ചു. 13 വയസ്സ് വരെ നമുക്ക് നോക്കാം, കഴിഞ്ഞില്ലെങ്കിൽ 18 വയസ്സ് വരെ നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ അവന്റെ ലൈഫ് ലോങ്, ജീവിതാവസാനം വരെ ഈ രോഗം അവനെ വിട്ടുമാറത്തില്ല എന്ന് ലോകപ്രകാരമുള്ള മെഡിക്കൽ സയൻസ് വിധി എഴുതിയപ്പോൾ, ലോക സ്ഥാപനത്തിന് മുമ്പ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, ഈ വിജയവർദ്ധനും തന്റെ വൈഫും ആമേൻ ഒന്നിച്ച് കൂടി കാണുന്നതിന് മുമ്പ്, സ്തോത്രം, കർത്താവ് ആ കുഞ്ഞിനെ കണ്ടു. സ്തോത്രം. ഞാൻ പറഞ്ഞപ്പോൾ പേര് എനിക്ക് ഒന്ന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു തോന്നി. സന്തോഷ് ബ്രദർ അല്ലേ? സന്തോഷ് എന്നാണ്. യെസ്, സന്തോഷം തന്നെയാണ്. സന്തോഷ് ബ്രദറും തന്റെ വൈഫും കൂടി കാണുന്നതിന് മുമ്പ് ഈ തലമുറയെ കണ്ടൊരു സ്വർഗമുണ്ട്, കർത്താവുണ്ട്. ആ കർത്താവ് 13 വയസ്സ് വരെയും 18 വയസ്സ് വരെയും അല്ലെങ്കിൽ അഭിയോഗം മരുന്നെടുക്കാനല്ല അവർ വിശ്വസിച്ചു. ആ കുഞ്ഞിന്റെ വയലിൽ നിന്ന് വീണ ഒരു അത്ഭുതത്തിന്റെ വാക്കുണ്ട്, അതെന്നെ ഭയങ്കരമായിട്ടും ടച്ച് ചെയ്തു. ആ വാക്ക് ദേവദാസന്മാർ വിളിച്ചു പറയുന്ന ആ പ്രത്യാശയുടെ വാക്ക് തന്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. വേദനയോടെ ആ കുഞ്ഞിനെ കണ്ട മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി ആ മകൻ പറയുകയാണ്, അമ്മേ, ഞാൻ ലോക രാജ്യങ്ങളിൽ യേശുവിന്റെ സുവിശേഷം അറിയിക്കേണ്ടവനാണ്. ഞാൻ രോഗിയായിരിക്കത്തില്ല, ഞാൻ
തളർന്നിരിക്കത്തില്ല. ഈ ഒരു വിശ്വാസം ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഒരാളെങ്കിലും ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ, ഇന്ന് വിശ്വാസത്തോടെ നിങ്ങൾ എടുക്കാമെങ്കിൽ, ഡോക്ടർമാർ പല വിഷയത്തിൽ വിധി എഴുതി ഈ ക്യാൻസർ രോഗം നിന്നെ വിട്ട് മാറത്തില്ല, പല ആവർത്തി കീമോ ചെയ്ത് കാണും, പല ആവർത്തി റേഡിയേഷൻ എടുത്ത് കാണും, ഒരു മാറ്റവുമില്ലാതെ വീണ്ടും വീണ്ടും ആ രോഗം നിന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇന്ന് പകൽ നിന്റെ വിടുതലിന്റെ ദിവസമാണ്. ഞങ്ങളെ കേൾക്കുന്ന അവൻ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയോട് പറയാം, ഇത് നിന്റെ ദിവസമാണ്. നിന്റെ ശരീരത്തിൽ നിന്ന് ക്യാൻസർ സെല്ലുകൾ ഇന്ന് മാറിപ്പോവുകയാണ്. ആ കുഞ്ഞിനെ, സന്തോഷ് ബ്രദറിന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കി യേശു ഇന്ന് നിങ്ങളുടെ ശരീരത്തെ സൗഖ്യമാക്കാൻ പോവുകയാണ്. അവൻ ഹാർട്ട് ഫെയിലിയറായി. ഞങ്ങളെ കേൾക്കുന്ന വ്യക്തിയോട് പറയാം, വാൽവിന് പ്രയാസമായി, ബ്ലോക്കായി, ബൈപ്പാസ് ഒക്കെ പറഞ്ഞിരിക്കുന്ന വ്യക്തിയോട് പറയാം, ഒരു നല്ല വൈദ്യൻ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. എല്ലാ രോഗത്തിനും ഒരു നല്ല വൈദ്യനുണ്ട്. അവൻ ആ യേശുവിന്റെ അടിപ്പിടലുകളാൽ സൗഖ്യമുണ്ട്. ഇത് വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുകയാണ്. ആ യേശു പറയും, ഞാൻ വാതിലാകുന്നു. ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും അങ്ങനെ രോഗത്തോടോ കടഭാരത്തോടായിരിക്കുന്ന വ്യക്തിയാണോ? പല ബിസിനസ്സുകൾ ചെയ്ത് തകർന്നു പോയ വ്യക്തിയാണോ? ഇന്നിതാ നിങ്ങളോടൊരു സദ്വർത്തമാനം ഞങ്ങൾക്കറിയാനും, ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. യേശു ക്രിസ്തു എന്നൊരു വാതിൽ. അതിലൂടെ ആർക്കും കടന്നു വരാം, ഏത് പാപിക്കും കടന്നു വരാം, ഏത് തകർന്നവനും കടന്നു വരാം, ഏത് നിന്ദിക്കപ്പെട്ട വ്യക്തിക്കും അവിടെ കടന്നു വരാം. സ്തോത്രം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അവിടെ ഒരു മനോഹരമായ ഒരു വാക്യമുണ്ട്. ഒരിക്കൽ യേശു നടന്നു പോകുമ്പോൾ ഒരു കുഷ്ഠരോഗിയായ ഒരു വ്യക്തി തന്റെ അടുക്കൽ വന്നിട്ട്, തന്റെ അടുക്കൽ, ആ കാലഘട്ടത്തിൽ കുഷ്ഠരോഗികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല, പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. അവർ ഐക്യം കൽപ്പിക്കപ്പെട്ടവരാണ്, അവർ മാറ്റം നിർത്തപ്പെട്ടവരാണ്. കുഷ്ഠമെന്ന് പറഞ്ഞാൽ, ആ കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ അത് ശാപത്തിൽ നിന്ന് വരുന്നതാണ്. അതായിരുന്നു ആ കാലഘട്ടത്തിലെ ചിന്താഗതികൾ. അങ്ങനെ കുഷ്ഠം നിറഞ്ഞൊരു വ്യക്തി യേശുവിനോട് നോക്കി നിലവിളിച്ച് പറയുകയാണ്. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങളിലാണ്. യേശുവിനെ കണ്ടവൻ കവിണ്ണു വീണിട്ട് പറയുകയാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അവനോട് അപേക്ഷിച്ചു. നോക്ക്, ആ വ്യക്തി അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു വ്യക്തി, ശപിക്കപ്പെട്ടൊരു വ്യക്തി, ശാപത്തിന്റെ അടയാളമായി കുഷ്ഠം വഹിച്ചുകൊണ്ട് നടക്കുന്ന ആ വ്യക്തി, എല്ലാവരാലും അകറ്റി നിർത്തപ്പെട്ട വ്യക്തി, അറക്കപ്പെട്ട ഒരു വ്യക്തി, വെറുക്കപ്പെട്ട വ്യക്തി, യേശുവിനെ കണ്ടപ്പോൾ തന്നെ ആമൻ എല്ലാ പ്രതീക്ഷ നടന്നപ്പോൾ, യേശുവിനെ കണ്ടപ്പോൾ, യേശു അത്ഭുതം ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ താൻ വളരെ പ്രതീക്ഷയോടെ തന്റെ അടുക്കൽ വന്നിട്ട് കവിണ്ണു വീണിട്ട് പറയുക, നാഥാ, നിനക്ക് മനസ്സുണ്ടോ എന്നെ ഒന്ന് സൗഖ്യമാക്കുവാൻ? ഇന്ന് പകലും അതുപോലെ നിലവിളിയോടിരിക്കുന്ന വ്യക്തിയോട് ഞാൻ പറയും, പല ഡോക്ടർമാരുടെ അടുക്കൽ പോയി, എല്ലാ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, വേദനയോടെ ഞങ്ങളെ കേൾക്കുന്ന വ്യക്തികൾ, ഇതാ യേശു നിങ്ങളുടെ വീട്ടിൽ, ചിലപ്പോൾ യൂട്യൂബിലായിരിക്കാം, ഫേസ്ബുക്കിലായിരിക്കാം, മറ്റേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കാം നിങ്ങൾ ഇത് കാണുന്നത്. ഇതാ യേശു നിങ്ങളുടെ മുറിയിൽ ഇറങ്ങി വരികയാണ്, യേശു നിങ്ങളുടെ ബെഡിൽ ഇറങ്ങി വരികയാണ്. ആ കർത്താവ് നിങ്ങളുടെ മേൽ കൈ നീട്ടുകയാണ്. വിശ്വാസത്തോടെ നിങ്ങളുടെ കരമൊന്ന് ഉയർത്തി ഇതൊന്ന് ഏറ്റെടുക്കാമോ? ഇന്ന് നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ്, നിങ്ങളുടെ ചരിത്രം മാറ്റി എഴുതാൻ പോവുകയാണ്. ഡോക്ടർമാർ വിധി എഴുതിയതുപോലെ അല്ല, മെഡിക്കൽ സയൻസ് പറഞ്ഞതുപോലെ അല്ല നിന്റെ ജീവിതമായി തീരാൻ പോകുന്നു. ഇത് ഈ വാതിലൂടെ കടക്കുവാൻ നീ റെഡിയാണോ? യേശു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അവർ കവിണ്ണു വീണ്ടും പറയാ, നാഥാ, യേശുവേ, നിനക്ക് മനസ്സുണ്ടോ എന്നെ ഒന്ന് സൗഖ്യമാക്കുവാൻ? അന്ന് കുഷ്ഠരോഗികളെ ആരും അടുപ്പിക്കത്തില്ല, അവരുടെ അടുക്കൽ ആരും വരത്തില്ല. അവിടെ യേശു എന്താ ചെയ്യുന്നത് കണ്ടോ? തുടർന്ന് വചനം പറയുകയാണ്, യേശു കൈ നീട്ടി അവനെ തൊട്ടു. ഇന്ന് കർത്താവ് തന്റെ കൈ നീട്ടുകയാണ്. ഈ വചനം നിങ്ങളുടെ ചെവിയിൽ എത്തുന്നുണ്ടെങ്കിൽ കർത്താവിന്റെ കരം നിങ്ങളുടെ അടുക്കൽ എത്തിയെന്നാണ്. ഇന്ന് ഈ വചനം നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അത്ഭുത വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. കുടുംബജീവിതം തകർന്നിരിക്കുന്ന വ്യക്തിയാണ്, കുടുംബജീവിതം തകർന്നിരിക്കുന്ന വ്യക്തിയാണോ?
ഇതാ യേശു നിങ്ങളുടെ അടുക്കൽ വന്ന് കരം നീട്ടുകയാണ്. ആമേൻ. യേശുവിന്റെ കൈ നിങ്ങളുടെ അടുക്കലേക്ക് നീണ്ടുവരികയാണ്. ഈ വചനം കർത്താവിന്റെ കരമാണ്. മക്കളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളാണ്. ഇതാ കർത്താവിന്റെ കരം നിങ്ങളുടെ വീടുകളിൽ വെളിപ്പെടുകയാണ്. സ്തോത്രം. കർത്താവ് കൈ നീട്ടി ആ കുഷ്ഠരോഗിയെ തൊട്ടു. നമുക്കറിയാം, കുഷ്ഠരോഗി എന്ന് പറഞ്ഞാൽ പല അവയവങ്ങൾ കാണത്തില്ല. അവരുടെ ശരീരങ്ങളിൽ പലതും അറ്റുപോയി കാണും, പഴുത്ത് അറ്റുപോയി കാണും. ശരീരത്തിൽ ഫസ് എടുത്തിട്ട് പഴുപ്പെടുത്തിട്ട് വ്രണമായിട്ട് വല്ലാത്ത സ്മെല്ലാണ്. അവരെ അടുത്തു വരാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കുന്ന എല്ലാവരും വെറുക്കപ്പെട്ട ആ വ്യക്തിയെ എന്റെ യേശു കൈ നീട്ടി തൊട്ടു. സഹോദരങ്ങളെ, എന്റെ കർത്താവിന്റെ മനസ്സതാണ്. ചിന്നിയവരെ, ചിതറിയവരെ, തകർന്നവരെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവ് അവർ. വേദനിച്ചിരിക്കുന്നവരെ കണ്ട് മനസ്സലിയുന്ന കർത്താവ്. ആ കർത്താവ് ഇന്ന് ആ കുഷ്ഠരോഗിയെ തൊട്ടതുപോലെ ഇന്ന് വേദനയോടെ ഇരിക്കുന്ന നിങ്ങളെ തൊടുകയാണ്. ആമേൻ. കൈ നീട്ടി കർത്താവ് ആ കുഷ്ഠരോഗിയെ തൊട്ടു. എന്താ സംഭവിച്ചത്? ആ കുഷ്ഠരോഗി അവരോട് യേശു പറയാണ്, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകുക. യേശുവിന്റെ മനസ്സ് കഷ്ടപ്പെടുന്നവരുടെ വേദന അകറ്റുകയാണ്. അതുകൊണ്ടാണല്ലോ മറ്റൊരിടത്ത് കർത്താവ് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആ കർത്താവ് കൈ നീട്ടി ആ കുഷ്ഠരോഗിയെ തൊട്ടു. എല്ലാവരാലും വെറുക്കപ്പെട്ടവൻ, എല്ലാവരാലും അറുക്കപ്പെട്ടവൻ, സമൂഹം മാറ്റി നിർത്തിയ ആ വ്യക്തിയെ എന്റെ കർത്താവ് കൈ നീട്ടി തൊട്ടു. സ്തോത്രം. ജീവിതം പല വിധത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കി. എല്ലാം തകർന്ന് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന വ്യക്തികളാണോ ഞങ്ങൾ കേൾക്കുന്നത്? ആത്മഹത്യ ചെയ്യാൻ വരട്ടെ, ജീവിതം അവസാനിപ്പിക്കാൻ വരട്ടെ. ഇതാ ഒരു വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുന്നു. ഇതാ എല്ലാ വഴികളും നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞിരിക്കുന്നെങ്കിൽ ഇതാ ഒരു വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുന്നു. ഒരു വഴി നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുന്നു. നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും നമ്മൾ പല വഴികൾ നോക്കിയെങ്കിലും ആ വഴികളെല്ലാം അടഞ്ഞു പോയെങ്കിൽ ഒരു സദ്വർത്തമാനം എന്ന് നിങ്ങളോട് അറിയിക്കട്ടെ സഹോദരങ്ങൾ. ഇതാ ഒരു നല്ല വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ആ വാതിൽ യേശുവാണ്. ആ യേശു എന്ന വാതിലോട് അകത്തു വന്നാൽ നീ അകത്തു വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. അതിന്റെ അർത്ഥം നിന്റെ അവസ്ഥ മാറാൻ പോവുക, നിന്റെ സാഹചര്യങ്ങൾ മാറാൻ പോവുക. സ്തോത്രം. ആ സന്തോഷവർദ്ധന്റെ ജീവിതം മാറിയതുപോലെ, തന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതം മാറിയതുപോലെ, ഇത് താൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷകനാണ്. തന്നെ കർത്താവിന്റെ വേലയിൽ ശക്തോടെ നിൽക്കുന്ന ഒരു കുടുംബമാണ്. ആ വീഴ്ച, അവരുടെ ജീവിതത്തിൽ ഉണ്ടായ തകർച്ച, അല്ലെങ്കിൽ ആ നിന്ദയുടെ അനുഭവങ്ങൾ, ആ അനുഭവത്തിൽ അവർ യേശു എന്ന വാതിലൂടെ അകത്ത് കടന്നതുകൊണ്ട് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലൂടെ മുഴുവൻ ലോകവും ആ കുടുംബത്തെ കാണുകയാണ്. ഒറ്റ കാരണമേ ഉള്ളൂ, യേശു എന്ന വാതിലൂടെ അവരകത്തു കടന്നു. ഇതൊരു വ്യക്തിയുടെ ആമൻ ഒരു മതത്തിൽ മാറ്റി മറ്റൊരു മതത്തിലോട്ട് കൊണ്ടുപോകും, മറ്റൊന്നുമല്ല ഇത് ചെയ്യുന്നത്. ആമൻ അവരുടെ ജീവിതത്തെ അനുഗ്രഹമാക്കുകയാണ്, അവരുടെ അവസ്ഥകളെ മാറ്റുകയാണ് ചെയ്യുന്നത്. യേശു കൈ നീട്ടി ആ കുഷ്ഠരോഗിയെ തൊട്ടു. എന്നിട്ട് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകുക. ആ നിമിഷം ആ കുഷ്ഠരോഗി ശുദ്ധയായി തീർന്നു. ഇത് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ഈ യേശുവിന്റെ അടുക്കലേക്ക് ഒന്ന് കടന്നു വരാമോ? ഈ യേശുവിൽ ഒന്ന് വിശ്വസിക്കാമോ? അതിനൊന്നും ചെയ്യണ്ട. നിങ്ങളുടെ മുറിയിൽ, നിങ്ങൾ എവിടെ നിന്നാണ് ഞങ്ങളെ കേൾക്കുന്നത്? ചിലപ്പോൾ ട്രാവലിങ്ങിലായിരിക്കും, ട്രെയിനിലായിരിക്കും, ബസ്സിലായിരിക്കും, അല്ലെങ്കിൽ കാറിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഭവനത്തിലായിരിക്കും, ചിലപ്പോൾ ഹോസ്പിറ്റലായിരിക്കാം. എന്നാൽ ഒന്ന് വിശ്വസിക്കാമോ? ആർക്കും മാറ്റാൻ കഴിയാത്ത നമ്മുടെ ജീവിതത്തെ എന്റെ കർത്താവ് മാറ്റാൻ പോവുകയാണ്. ഇന്ന് പകൽ ആ വാതിലൂടെ നകത്ത് കടന്നാൽ നമ്മുടെ അവസ്ഥ മാറാൻ പോവുകയാണ്.
ഇത് പറയാൻ എനിക്ക് ഇത്ര ധൈര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ ജീവിതത്തിൽ ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുമ്പോൾ, എന്റെ പണത്തിൽ ഞാൻ ഒരുപാട് അഹങ്കരിച്ചു. എന്നാൽ അതെല്ലാം എന്നെ കൈവിട്ടു പോയപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്നവർ, എന്റെ സുഹൃത്തുക്കൾ, എന്റെ കൂടെ കാണുമെന്ന് ഞാൻ വിശ്വസിച്ചവരെല്ലാം ഒന്നൊഴിയാതെ വിട്ടുമാറിപ്പോയി. എന്നാൽ അതോടുകൂടി എന്റെ ശരീരത്തിന് ഒരു വലിയ രോഗമുണ്ടായി, ഒരു ഹാർട്ട് ഫെയിലിയർ എനിക്കുണ്ടായി. അതുകൊണ്ടാണ് ഇന്ന് ധൈര്യത്തോടെ പറയുന്നത്. അമൃത ഹോസ്പിറ്റലിൽ നിന്ന് 2014 ആ ഡോക്ടർമാർ ഡിസൈഡ് ചെയ്തു വാൽവ് മാറ്റിവെക്കണം, അല്ലാതെ വേറെ മാർഗമില്ല. എന്നാൽ യേശു എന്ന വാതിലൂടെ അകത്ത് കടന്ന ഞാൻ യേശു പറഞ്ഞ വാക്കിൽ ഉറപ്പോടെ വിശ്വസിച്ചു. നീ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. നിന്റെ ജീവിതത്തിൽ തകർന്നു പോകത്തില്ല. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. യേശുവിന്റെ അടിപ്പിടലുകളിൽ സൗഖ്യമുണ്ട് എന്നുള്ള ആ വചനത്തെ ഞാൻ മുറുകെ പിടിച്ചു. ഞങ്ങളുടെ ഭവനത്തിൽ ഞാനും എന്റെ വൈഫും കുഞ്ഞുങ്ങളും ഞങ്ങൾ ഈ വചനം പറയാൻ തുടങ്ങി. സംഭവിച്ചത് എന്താണെന്നറിയോ? 2014 വാൽവ് മാറ്റി വെക്കണമെന്ന് പറഞ്ഞെടുത്ത് എന്റെ കർത്താവിനെ അത്ഭുതകരമായി സൗഖ്യമാക്കി. തുടർന്ന് ഞാൻ ഓരോ ചെക്കപ്പിന് അവിടെ ചെല്ലുമ്പോൾ അതേ ഡോക്ടർമാർ തന്നെ പറഞ്ഞു, ആ ഹോള്, വാൽവിന്റെ ഹോളൊന്നും ഇന്ന് അവിടെ കാണുന്നില്ല. എവിടെ പോയി ആ ഹോള്? ആദ്യത്തെ ടെസ്റ്റിൽ ആ ഹോള് കാണുന്നു, രണ്ടാമത്തെ ടെസ്റ്റിൽ ഹോള് കാണുന്നില്ല. എവിടെ പോയി? യേശുവിന്റെ അടിപ്പിണരുകളാൽ അത് സൗഖ്യമായി. ഇന്ന് പകലും ഞങ്ങളെ കേൾക്കുന്നവരോട് ഞങ്ങളൊന്ന് പറയട്ടെ, യേശു അത്ഭുതം ചെയ്യുവാൻ ഇന്ന് ജീവിക്കുന്നു. ആ വാതിൽ ഇന്ന് തുറന്നിരിക്കുകയാണ്. ആഹാ, നിങ്ങളുടെ മുമ്പിലോട്ടുള്ള ജീവിതത്തിന്റെ വഴികളെല്ലാം അടഞ്ഞിരിക്കുകയാണ്. ഇതാ ഒരു സദ്വർത്തമാനം, ഒരു വാതിൽ തുറന്നിരിക്കുന്നു. ആ കർത്താവിന്റെ അടുക്കിലേക്ക് ഒന്ന് കടന്നു വരാമോ? ആ യേശു നിങ്ങളെ അത്ഭുതമാക്കും, അത്ഭുത വിടുതൽ ചെയ്യും. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാണുന്ന രോഗികളായിട്ട് കാണുന്നവർ, ഭാരത്തിൽ നിന്ന് കാണുന്നവർ, ബിസിനസ് തകർന്നിരുന്ന് കേൾക്കുന്നവർ, സാമ്പത്തികമായി ഞെരുക്കത്തിലിരിക്കുന്നവർ, കുടുംബജീവിതത്തിൽ തകർച്ചയിലിരിക്കുന്നവർ, ആത്മഹത്യയുടെ വക്കിലിരിക്കുന്നവർ, നിങ്ങളുടെ സദ്വർത്തമാനം അറിയിക്കുക. യേശു ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ വാതിലൂടെ അകത്ത് കിടക്കുന്നവരാരും രചിച്ചു പോകത്തില്ല. പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് നന്ദി പറയാം. കർത്താവെ, ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന മുഴുവൻ പേരുടെ ജീവിതത്തിൽ, തുടർന്ന് കർത്താവെ അതിനുശേഷവുമായിട്ട് ഇത് കാണുന്നവരുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഈ വചനത്തിന്റെ ജീവൻ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. രോഗികളായിരിക്കുന്നവർ അത്ഭുത സൗഖ്യങ്ങൾ പ്രാപിക്കട്ടെ. ആമേൻ. എല്ലാവരും കൈവിടപ്പെട്ട്, എല്ലാവരും തള്ളപ്പെട്ട് കിടക്കുന്ന ചില വ്യക്തികൾ ഇത് കേൾക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി വചനം വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, എല്ലാ വഴികളും അടഞ്ഞ് ബിസിനസ് തകർന്ന് സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിൽ നിന്ന്, ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഞങ്ങളെ കേൾക്കുന്നവരുണ്ട്. ഇതാ ആ വാതിൽ, യേശു എന്ന വാതിൽ അവർക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. കർത്താവെ, അവരെ ആരെയും കൈവിടരുതേ. അവർക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ ഈ സമയം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ആ ഭവനങ്ങളിൽ നടക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. മക്കളെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്നവർ, കുടുംബജീവിത തകർച്ച കാരണം ഭാരത്തിലിരിക്കുന്ന, നിരാശയിലിരിക്കുന്നവർ, കർത്താവ് അവരുടെ മേലെല്ലാം ഈ സമാധാനം അവരുടെ മേൽ എത്തട്ടെ. കർത്താവെ, അങ്ങയുടെ കൈ നീട്ടണമേ. കർത്താവ് അവരെ തൊടണമേ. ഓരോരുത്തരുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ നടക്കട്ടെ. അത്ഭുത സാക്ഷ്യങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിച്ച വലിയ ദയക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വചനം നമുക്ക് ഇന്ന് വേണ്ടി പറഞ്ഞത് ശുഭ ബ്രദർ മെയിൻ ആയിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞെന്താ? വാതില്, യേശു വാതിൽ നമുക്കായിട്ട് തുറന്നിരിക്കുക. നമ്മൾ അതിൽ ജസ്റ്റ് കയറിയാൽ മാത്രം മതി. അവന്റെ വാതിൽ എപ്പോഴും ഓപ്പണാണ്. നമ്മൾ വിചാരിക്കും അവൻ വാതിൽ അടച്ചിട്ടേക്കുക. നമ്മൾ പല കാര്യങ്ങളും പല സാഹചര്യങ്ങളും വരുമ്പോൾ നമ്മൾ വിചാരിക്കും വാതിൽ അടഞ്ഞു കിടക്കുക, ആ കാര്യം നടക്കത്തില്ലായിരിക്കും എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ട്. ഈവൻ ഞാൻ പോലും വിചാരിച്ചിരുന്നു. പക്ഷെ അങ്ങനല്ല. അവനൊരു വലിയ വാതിൽ വേണ്ടി നമുക്ക് വേണ്ടി തുറന്നിട്ടിട്ടായിരിക്കും ഈ ചെറിയ വാതിൽ അടച്ചിട്ടേക്കുന്നത്. പക്ഷെ അവിടെ വലിയൊരു അത്ഭുതമാണ് നടക്കാൻ പോകുന്നത്. പക്ഷെ നമ്മുടെ മനുഷ്യബുദ്ധിയാൽ നമ്മൾ ചിന്തിക്കും, അയ്യോ എനിക്കത് കിട്ടിയില്ലല്ലോ,
പക്ഷെ നമ്മൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട. കർത്താവ് നമുക്ക് വലിയതും വിശാലവുമായ വാതിലുകളെ തുറക്കാനിരിക്കുന്നത്. ഈ ഇയർ ഓഫ് ഓപ്പൺ ഡോസ് ആണ്. എന്റെ ജീവിതത്തിൽ കർത്താവ് വലിയ വാതിൽ തുറന്നിട്ടുണ്ട്. അതേപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും കർത്താവ് വലിയ വാതിലുകളെ തുറന്നിരിക്കുകയാണ്. ഇനി തുറന്നിട്ടില്ല ഈ ഡിസംബർ 31 മുന്നേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ വാതിലുകൾ തുറക്കാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓവർ ടു റോണക് ബ്രദർ. മാറിച്ചാൽ ഒരായിരം ദൂരം പോയിടാം നിന്നോട് ചേർന്ന് ഭൂമി വാണിടാം. മാറിച്ചാൽ ഒരായിരം ദൂരം പോയിടാം നിന്നോട് ചേർന്ന് ഭൂമി വാണിടാം. രാവിലും പകലിലും നിൻമുഖം മാത്രം തേടുന്നു. രാവിലും പകലിലും നീ മാത്രം എന്നേശുവേ. രാവിലും പകലിലും നിൻമുഖം മാത്രം തേടുന്നു. രാവിലും പകലിലും നീ മാത്രം എന്നേശുവേ. എല്ലാം ചേർന്ന് സ്നേഹമെന്നെ പിടികൂടിയതാണേ. കടലിൽ എൻ പ്രാണൻ അലിഞ്ഞേ. സ്നേഹമെന്നെ പിടികൂടിയതാണേ. കടലിൽ പ്രാണൻ അലിഞ്ഞേ. വിളിച്ചാൽ ഒരായിരം ദൂരം പോയിടാം നിന്നോട് ചേർന്ന് ഭൂമി വാണിടാം. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. എല്ലാരും ചേർന്ന് എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, എന്റെ യേശു മാത്രം കർത്താവ്. സ്തുതിയും എല്ലാ സ്തോത്രം മനസ്സിലേക്കോ എല്ലാ സ്വീകരിപ്പാൻ യോഗ്യനായോരേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. Every knee shall bow, every tongue confess that Jesus Christ is Lord. He is the Lord. He is the Lord. ഇന്ന് രാവിലെ എല്ലാവരും വീണ്ടും ആ യേശുവിനോട് പറഞ്ഞ, യേശുവേ, you are the Lord of my life. എന്റെ ജീവിതത്തിന്റെ കർത്തൃത്വം അങ്ങേക്കാണ്. ഈ ആരാധനയിലൂടെ അതൊന്നും മുഴങ്ങട്ടെ. Let that lordship, that heart, declaring that Jesus is the Lord. He is the Lord of my past. He is the Lord of my present, and He is the Lord of my future. Do you know why? Because Jesus is the same yesterday, today, and forever. Confessing that Jesus is the Lord, it is
It's like declaring him that he is the Lord of your life. Amen. Amen. Declaring Jesus is Lord. Jesus is Lord. He becomes your Lord. He'll start taking care of your things. Amen. Because Lordship, when we give it to him, he's in control. Amen. He knows how to handle it very good. Better than us. So we need not worry about anything once we give the Lordship to him. Amen. When we give our Lordship to him, we need not worry about anything. We shouldn't, because we have given the Lordship. Now let us not take back that Lordship which we have already given to him. And let him take control. He's here to help us. And guide us. Amen. സെറബ്രം ശ്രദ്ധിച്ചായിരുന്നോ? ആ യേശുവിന് കർത്തൃത്വം കൊടുത്തു കഴിഞ്ഞ് വീണ്ടും അല്ലെ, എല്ലാരും നമ്മളെല്ലാരും മനുഷ്യരല്ലേ, ചില കാര്യങ്ങൾ ചില സമയത്ത് വരുമ്പോ ഇല്ല ഞാൻ ഇങ്ങനെ ഇതാ എന്റെ നല്ല തീരുമാനം എന്ന് പറഞ്ഞിറങ്ങി നമ്മൾ മുന്നോട്ട് പോകാറുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിനോട് ഈൽഡ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിൽ he asks you, he still. പരിശുദ്ധാത്മാവ് പറയുന്നു എന്തോ തീരുമാനമൊക്കെ ഭയങ്കര വലിയ സംഭവം തീരുമാനമൊക്കെ എടുത്ത് ഇങ്ങനെ ഓരോ അടുത്തൊരു സ്റ്റെപ്പ് മുന്നോട്ടൊക്കെ പോകാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സഹോദരിയാണ് കർത്താവ് കാണിക്കുന്നത്. പരിശുദ്ധാത്മ എന്നെ അത് കാണിക്കുന്നുണ്ട്. And you are saying no more എന്നൊക്കെ. Do you know Jesus loves you? Do you know Jesus loves you? You have said he is your Lord. നിങ്ങൾ ഡിക്ലെയർ ചെയ്തതാ സോറി യേശുവാണ് കർത്താവ് എന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഭാവിയുടെ എല്ലാ കാര്യങ്ങളും. You might have made a mistake in your past. You might have not done it without Jesus. But once you declare the Lordship over your life, he will make every path straight. He will make that mistake in your life. That is the wondrous part of Jesus. You give your mistakes to Jesus, Amen. he will make it a miracle. The ultimate fixer. Yeah. He fixes things for you. ഒന്ന് പറഞ്ഞേ, he is my Lord. He is my Lord. Now declare it. He is Lord. He is Lord. He has risen from the dead and he is Lord. എല്ലാ ഒട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. വാഴും ഞാൻ യേശുവിൽ, വാഴും ഞാൻ യേശുവിൽ, വാഴും ഞാൻ. Let him tell you, we shall reign, we shall reign, we shall reign, we shall reign, because Jesus is my Lord. Oh, we shall reign, 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 we shall reign.
ചിറകുകളും എന്റെ കൂടെ പറക്കുവാൻ എന്നെ യേശുവുണ്ട്. തളരില്ല തളരില്ല ചിറകുകളും എന്റെ കൂടെ പറക്കുവാൻ എന്നെ യേശുവുണ്ട്. എന്റെ കൂടെ പറക്കുവാൻ എന്നെ കൂടെ പറക്കുവാൻ എന്നെ യേശുവുണ്ട്. എന്റെ കൂടെ പറക്കുവാൻ എന്നെ. എത്ര പേർ പറയും എന്റെ യേശുവേ? എന്റെ കൂടെ പറക്കുവാൻ എന്റെ യേശുവുണ്ട്. എന്റെ കൂടെ പറക്കുവാൻ എന്റെ യേശുവുണ്ട്. യേശു പകരുന്നല്ലോ പുതുശക്തി എന്റെ വിശ്വാസ ചിറകുകളിൽ. യേശു പകരുന്നല്ലോ പുതുശക്തി എന്റെ വിശ്വാസ ചിറകുകളിൽ. വാഗ്ദത്ത വചനമൂപ്പരുകൾ ഒന്നിനോടൊന്നു വീണ്ടും ചേർന്നിടട്ടെ. വാഗ്ദത്ത വചനമൂപ്പരുകൾ ഒന്നിനോടൊന്നു വീണ്ടും ചേർന്നിടട്ടെ. എന്റെ കൂടെ പറക്കുവാൻ എന്റെ യേശുവുണ്ട്. എന്റെ കൂടെ പറക്കുവാനോ എന്റെ കൂടെ പറക്കുവാൻ എന്റെ യേശുവുണ്ട്. എന്റെ കൂടെ പറക്കുവാൻ ഇരുകാരം നീട്ടി എന്നെ സ്വീകരിപ്പാൻ നാഥൻ മറുകരയിൽ വരുമേ. ഇരുകാരം നീട്ടി എന്നെ സ്വീകരിപ്പാൻ നാഥൻ മറുകരയിൽ വരുമേ. ഓ അവിടെ ഞാൻ ചെന്നങ്ങ് ചേരുവോളം പറന്നിടും ആത്മാവിൻ പുതുബലത്താൽ. അവിടെ ഞാൻ ചെന്നങ്ങ് ചേരുവോളം ഓ ആമേൻ വർണ്ണ്യമല്ല ഓ നിന്റെ ആഹോ എന്റെ യേശുവേ ചൊല്ലുവാനായി ചിന്ത്യമല്ല ഓ നിന്റെ ആഹോ എന്റെ യേശുവേ ചൊല്ലിടുവാ. വർണ്ണ്യമല്ല വർണ്ണ്യമല്ല നിന്റെ ആഹോ എന്റെ യേശുവേ ചൊല്ലിടുവാനായി ചിന്ത്യമല്ല നിന്റെ ആഹോ. It's burning everywhere. It's burning everywhere. എന്റെ കൂടെ പറക്കുവാൻ എന്റെ യേശുവുണ്ട്. ആഴത്തിൽ അങ്ങേ അറിയുവാൻ എന്നേശുവേ കൊതിയായിടുന്നേ.